ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അമ്പലത്തിലാണ്. കാസർഗോഡിലെ മടിയൻ എന്ന പ്രദേശത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പേരും അതുപോലെ തന്നെ മടിയൻ കൂലം എന്നാണ്. മടിയൻ എന്ന പ്രദേശത്ത് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് നമ്മൾ മറ്റോ കാറിലോ ബൈക്കിലോ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും കാണുന്ന കവാടത്തിൽ നിന്നും 200 മീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അമ്പലത്തിലേക്ക് തന്നെയായിരിക്കും. ഞാൻ പിന്നെ ബസ്സിൽ വന്നുകൊണ്ട് അവിടെ വരെ നടന്നിട്ട് പോകാനേ നിർത്തിയുള്ളൂ. അങ്ങനെ നടന്ന് ഇവിടെ വരെ എത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറെ വളക്കടകളും ചന്തയും ഐസ്ക്രീം ബൂത്തും എന്തിന് പിള്ളേർക്കുള്ള ട്രാമ്പോളിയും വരെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം ഒരു ഉത്സവത്തിന് കാണാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. എന്തായാലും സംഗതി പൊളിച്ചു. ആൾത്തിരക്ക് കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഭക്ഷണശാലയിലേക്ക് പോയി. ആൾത്തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകലുണ്ടാവില്ല. ഇനി തിരക്കൊന്നും ഇല്ലെങ്കിലും അമ്പലത്തിന്റെ അകത്തെ കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ചോദിച്ചാലോ നടക്കുകയും ചെയ്യില്ല. ഈ അമ്പലത്തിൽ അങ്ങനെ അകത്ത് കയറി ഫോട്ടോ എടുക്കാനോ വീഡിയോഗ്രാഫി എടുക്കാനോ പറ്റില്ല. ഇത് പിന്നെ അമ്പലം മതിൽക്കെട്ടിന്റെ പുറത്തുള്ള കുളമായതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ വീഡിയോ എടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരിക്കലും അമ്പലത്തിനകം വീഡിയോ എടുക്കാൻ സാധിക്കില്ല എന്നല്ല, സാധിക്കും. പക്ഷെ അതിന് ക്യാഷ് കൊടുക്കണം. 200 രൂപയാണ് ഈ അമ്പലത്തിൽ കയറി ഫോട്ടോ വീഡിയോഗ്രാഫി എടുക്കുന്നതിന് 200 രൂപ നമ്മൾ കൗണ്ടറിൽ ഏൽപ്പിക്കണം. വലിയൊരു ക്യൂ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരെ എത്തുന്നത്. എല്ലാ അമ്പലത്തിലെ ഉത്സവത്തിലെ ഭക്ഷണശാലയിൽ കാണുന്നത് പോലെ ചോറിനൊപ്പം സാമ്പാർ, കൂട്ടുകറി, വറവ്, പച്ചടി, അച്ചാറ് എന്നിങ്ങനെ സ്ഥിരം കോംബോ അല്ല. അവിയല്, പുളിയിഞ്ചി, ഈ 2 എക്സ്ട്രാ സാധനം കൂടി ഉണ്ട്. ആൾത്തിരിക്ക് കണ്ടപ്പോൾ അന്നത്തെ പോലെ പ്ലേറ്റ് കയ്യിൽ വെച്ച് നിന്നിട്ട് കഴിക്കേണ്ടി വരുമെന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷെ അതുണ്ടായില്ല. എങ്ങനെയോ എനിക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ ഭക്ഷണം മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. എന്നെ അടുത്തത് അവന്റെ വരവാണ്. യെസ്, എന്റെ എക്കാലത്തെയും ഫേവറേറ്റ് സാധനമായ പാൽ പായസവും എനിക്ക് നിന്നിട്ട് കഴിക്കേണ്ടി വന്നില്ല. അതിനും എനിക്ക് സീറ്റ് കിട്ടി. അതിനൊക്കെ കാരണം ഇവരുടെ ഈ സിസ്റ്റമാണ്. ആൾക്കാർ എഴുന്നേറ്റ് പോകുമ്പോൾ അവശേഷിക്കുന്ന സീറ്റിനനുസരിച്ച് ബാക്കിയുള്ളവരെ കടത്തിവിടുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആൾത്തിരക്ക് ഇവർക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഫുഡ് അടിയും കഴിഞ്ഞ് പായസം കൂടി കഴിഞ്ഞ് കയ്യും കഴുകി ഞാൻ എന്റെ സ്ഥലത്തേക്ക് തിരികെ പോവാണ്. എന്നോട് 100-200 മീറ്റർ ബസ് സ്റ്റാൻഡ് വരെ നടക്കണം, അതും ഈ പൊരിഞ്ഞ വെയിലത്ത്. അതുകൊണ്ട് ഞാനൊരു സ്ട്രോബെറി ബാർ വാങ്ങി. സഹിക്കാൻ പറ്റല്ല പോയി, അത്രയ്ക്ക് ചൂടാണ്. ഗ്രീൻ ആപ്പിൾ ആണ് നോക്കിയത്, പക്ഷെ അത് കിട്ടിയില്ല. അതുകൊണ്ട് സ്ട്രോബെറി ബാർ എടുത്തു.